പഴയ തലമുറ ഇരിക്കുന്നു ഇവിടെ. എന്തായിരുന്നു നമ്മുടെ നാട്ടിൽ? ആരാന്റെ പറമ്പിലൂടെയായിരുന്നു അവനവന്റെ വീട്ടിലേക്കും പറമ്പിലേക്കും നടന്നു പോയിരുന്നത്. മതിലുകളില്ലായിരുന്നു, തടസ്സങ്ങളില്ലായിരുന്നു. വീടുകൾ അധികരിച്ചപ്പോ ഭൂമി കഷ്ണം കഷ്ണമായി മുറിക്കാൻ തുടങ്ങിയപ്പോ മതിലുകൾ ഉണ്ടായി. ഭൂമിയിൽ മാത്രമല്ല മതിലുകൾ, മനുഷ്യന്റെ മനസ്സിനകത്ത് മതത്തിന്റെ മതിൽക്കെട്ടുകൾ ഉണ്ടായി. അങ്ങനെയുള്ള ഒരു കാലത്താണ് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നായനാരുടെ കാലത്ത് അയൽക്കൂട്ടങ്ങൾ ഉണ്ടാക്കി. ആ അയൽക്കൂട്ടങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കുടുംബശ്രീകൾ ഉണ്ടാക്കി. ആ കുടുംബശ്രീ ഈ വർത്തമാനകാല കേരളത്തിൽ സ്ത്രീകളെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിച്ചു. അതിനെ എതിർത്തവരുണ്ടായിരുന്നു. ആ എതിർത്ത ആളുകളടക്കം ഇന്ന് CDS എല്ലാം രൂപീകരിച്ച് ഇപ്പൊ കുടുംബശ്രീയുടെ തെരഞ്ഞെടുപ്പിന്റെ കാല അത് പിടിച്ചെടുക്കാനുള്ള പോരാട്ടത്തിലാണ്. ഇത് തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റുകാരാ. എങ്ങനെയാ സ്ത്രീകൾക്ക് വലിയ മാറ്റം ഉണ്ടായിരുന്നു? ഇവിടെ സ്ത്രീകൾ ഇരിക്കുന്നു. നിങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ ഭർത്താക്കന്മാരെ വിളിക്കുക? പേര് വിളിക്കലൊക്കെ ഇപ്പൊ തുടങ്ങിയതാ അല്ലേ? മുമ്പെന്താ വിളിക്കുക? എല്ലാ മതത്തിലും പെട്ടവരും എല്ലാവരും ഒരു വിളിയാ ഭർത്താവിനെ. നോക്കിയാണി അപ്പൊ ആണിയൊന്നും കണ്ടി തിരിയും. എന്തേ ഒരു 10 റുപ്യ എടുക്കണ്ടാകും? മിക്കവാറും എല്ലായിടത്തും ഒരു ഉത്തര ചിലക്കാണ്ട പോയി കിടന്നു. ഇപ്പം കാലം മാറി. രാവിലെ ഭർത്താവ് ഭാര്യനോട് ചോദിക്കാണ്, ഈ ആ കുടുംബശ്രീന്ന് ഒരു 10,000 റുപ്യ വായ്പ കിട്ടുമെന്നൊന്നും നോക്കിയാ ഇപ്പൊ ആരാ മേലെ? സ്ത്രീകളാ. ആരാ ഈ നാട്ടിൽ ഇത് കൊണ്ടുവന്നത്? ഇടതുപക്ഷ ഗവൺമെന്റ്.